ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC Web. PSC Webലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ്. അപ്പോൾ നോക്കാം. ആദ്യം ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഡൽഹൌസി പ്രഭുവാണ്. പക്ഷേ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഓക്കെ. 1848 ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നയം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. വർഷം 1848. ചോദിക്കാറുള്ളതാണ്. 1850 ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചതും ഡൽഹൌസി പ്രഭുവാണ്. 1850 ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. അതേപോലെ ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചതും ഡൽഹൌസി പ്രഭുവാണ്. 1850 ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. അതാണ് 2013 ജൂലൈ 15 നിർത്തലാക്കിയത്. 2013 ജൂലൈ 15 ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കി. അത് കൊണ്ടുവന്നത് 1850 ടെലഗ്രാഫ് സംവിധാനം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ. 1853 ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ച ഗവർണർ ജനറലും ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. വർഷം 1853. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയാണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയാണ്. വർഷം 1853. ഓക്കെ. ഒന്നുകൂടി നോക്കാം. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. 1850 ടെലഗ്രാഫ് സംവിധാനം, അതേപോലെ പൊതുമരാമത്ത് വകുപ്പ് ഇതൊക്കെ ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. 1853 ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെയാണ്. വർഷം 1853. ഓക്കെ. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന് നിയമിച്ച ഗവർണർ ജനറലും ഡൽഹൌസി പ്രഭുവാണ്. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. 1854 വുഡ്സ് ഡിസ്പാച്ച്. ചാൾസ് വുഡിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള മാർഗരേഖ സമർപ്പിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്താണ്. വുഡ്സ് ഡിസ്പാച്ച് വർഷം 1854. ചാൾസ് വുഡിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗരേഖയാണ് ഈ വുഡ്സ് ഡിസ്പാച്ച്. അത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്താണ്. വുഡ്സ് ഡിസ്പാച്ച് 1854. ഓക്കെ. ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ചാണ്. ചോദിക്കാറുള്ളതാണ്. ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡിസ്പാച്ചാണ്. ഓക്കെ. ഇന്ത്യയിൽ 1854 പോസ്റ്റൽ സംവിധാനം ആരംഭിച്ചതും ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ 1854 പോസ്റ്റൽ സംവിധാനം ആരംഭിച്ചതും ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഗവർണർ ജനറലായ കാനിങ് പ്രഭുവിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നെപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10 മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. 1857 മെയ് 10 മീററ്റിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ആ സമയത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭുവാണ്. ഓക്കെ. കാനിങ് പ്രഭുവായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഗവർണർ ജനറൽ. ഓക്കെ. ഇനി 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്ഞി അവസാനിപ്പിച്ച നിയമമാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്ഞി അവസാനിപ്പിച്ച നിയമം ഏതാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ എന്ന പദവി മാറ്റിയിട്ട് വൈസ്രോയ് എന്ന സ്ഥാനപ്പേര് പിന്നീട് വന്നത്. ഓക്കെ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ എന്ന പദവി മാറ്റിയിട്ട് വൈസ്രോയി എന്ന് പേര് വന്നു. ഓക്കെ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ എന്ന പോസ്റ്റ് മാറ്റിയിട്ട് അത് വൈസ്രോയി എന്ന് ആക്കിയത്. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. പദവി മാറ്റിയെന്നേ ഉള്ളൂ, പേര് വൈസ്രോയി എന്നാക്കി. ഓക്കെ. ഗവർണർ ജനറൽ എന്ന പദവി മാറ്റിയിട്ട് വൈസ്രോയി എന്ന് പേരിട്ടു. ഓക്കെ.
അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു തന്നെയാണ്. ഓക്കെ. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം, ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസാക്കിയ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1862 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. വർഷം 1862 ആണ്. ഓക്കെ. ഇനി ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരായിരുന്നു? ഡൽഹൌസി പ്രഭുവാണ്. എന്നാൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചതാരാണ്? കാനിങ് പ്രഭുവാണ്. ഓക്കെ. അടുത്ത ഗവർണർ ജനറൽ ലോർഡ് എൽജിൻ. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയിയാണ് ലോർഡ് എൽജിൻ. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി ആരാണ്? ലോർഡ് എൽജിനാണ്. അടുത്തത് മേയോ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത് ആരുടെ കാലത്താണ്? മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. ഓക്കെ. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ആരുടെ കാലത്താണ്? മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് മേയോ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയുടെ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും മേയോ പ്രഭുവാണ്. ഇന്ത്യയുടെ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭുവാണ്. അതേപോലെ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്. വർഷം 1872. ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ വെച്ചാണ് വധിക്കപ്പെട്ടത്. ഇനി അദ്ദേഹത്തെ വധിച്ച തടവുകാരനാണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കഴിഞ്ഞിരുന്ന തടവുകാരനാണ് ഷേർ അലി. അതും ചോദിച്ചിട്ടുണ്ട്. ഷേർ അലിയാണ് അദ്ദേഹത്തെ കൊന്നത്. ഓക്കെ. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്. വർഷം 1872. ഇനി മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീറിലാണ്. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീറിലാണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കാൻ പോണ ലിട്ടൺ പ്രഭുവിനെ പറ്റിയിട്ടാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. 1878 ആയുധ നിയമം പാസ്സാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ആയുധ നിയമം ആംസ് ആക്ട് പാസ്സാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. വർഷം 1878. അതേപോലെ 1878 നാട്ടുഭാഷാ പത്ര നിയമം. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. 1878 നാട്ടുഭാഷാ പത്ര നിയമം പാസ്സാക്കിയതാരാണ്? ലിട്ടൺ പ്രഭുവാണ്. ഓക്കെ. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. 1878 ആയുധ നിയമം പാസ്സാക്കിയതും ലിട്ടൺ പ്രഭുവാണ്. 1878 നാട്ടുഭാഷാ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയതും ലിട്ടൺ പ്രഭുവാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയി എന്ന ടോപ്പിക്ക് ഒരു 2 ക്ലാസ്സോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.